കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെ പാഴ്സൽ സർവീസ് ഈ മാസം 25 മുതൽ പൂർണ്ണമായും നിർത്തലാക്കാനുള്ള ദക്ഷിണ റെയിൽവേയുടെ തീരുമാനത്തിനെതിരെ വൻ പ്രതിഷേധം. ജനദ്രോഹപരമായ തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്ന ആവശ്യവുമായി വ്യാപാരികളും യാത്രക്കാരും പ്രക്ഷോഭത്തിലേക്ക്. കോടികൾ ചിലവഴിച്ച് സ്റ്റേഷൻ വികസിപ്പിക്കുന്നതിനിടയിലാണ് തികച്ചും അപ്രതീക്ഷിതമായി റെയിൽവേയുടെ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. മലബാറിലെ യാത്രാ വ്യാപാര മേഖലയ്ക്ക് കടുത്ത തിരിച്ചടിയാകുന്ന ഈ തീരുമാനം തിരുത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് സംഘടനകളുടെ തീരുമാനം. Start your journey with confidence. GTech Education, Fatima Arcade, opposite New Bus Stand, Kasaragod. Telephone 7736 100 443 04994 227432. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള പാഴ്സൽ സർവീസ് ഈ മാസം 25 മുതൽ പൂർണ്ണമായും നിർത്തിവെക്കാൻ ദക്ഷിണ റെയിൽവേ തീരുമാനിച്ചു. റെയിൽവേയുടെ ഈ നടപടി അപലപനീയവും ജനദ്രോഹവുമാണെന്ന് ചൂണ്ടിക്കാട്ടി ശക്തമായ പ്രതിഷേധമാണ് പ്രദേശത്തുയരുന്നത്. തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പാഴ്സൽ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ജനറൽ സെക്രട്ടറി നാസർ ചെർക്കളം, സത്താർ പൈക്ക തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് MLA കല്ലട്ര മാഹിൻ ഹാജി കേന്ദ്ര റെയിൽവേ മന്ത്രി, ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ, പാലക്കാട് DRM എന്നിവർക്ക് കത്തയച്ചു. അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി ജീവനക്കാരുടെ എണ്ണം കൂട്ടുകയാണ് വേണ്ടതെന്നും തീരുമാനം പുനഃപരിശോധിച്ചില്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും MLA മുന്നറിയിപ്പ് നൽകി. പ്രതിവർഷം 49.70 കോടി രൂപ വരുമാനമുള്ള ദക്ഷിണ റെയിൽവേയിലെ തന്നെ പ്രധാനപ്പെട്ട ജില്ലാ ആസ്ഥാന സ്റ്റേഷനുകളിലൊന്നാണ് കാസർഗോഡ്. കേന്ദ്ര സർക്കാരിന്റെ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടികൾ ചിലവഴിച്ച് വികസിപ്പിക്കുന്ന സ്റ്റേഷനിലാണ് പാഴ്സൽ സർവീസ് പെട്ടെന്ന് നിർത്തലാക്കുന്നത്. പാഴ്സൽ സേവനം നിലയ്ക്കുന്നതോടെ ജില്ലയിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ, സർക്കാർ സ്വകാര്യ ജീവനക്കാർ, ചെറുകിട വ്യാപാരികൾ, കർഷകർ എന്നിവർ കടുത്ത ദുരിതത്തിലാകും. ഇരുചക്ര വാഹനങ്ങളും സാധനങ്ങളും മറ്റും അയക്കാൻ ഇനി മംഗളൂരുവിനെയോ കണ്ണൂരിനെയോ ആശ്രയിക്കേണ്ടിവരും. റോഡ് മാർഗമുള്ള ചിലവേറിയ ഗതാഗതത്തിലേക്ക് മാറേണ്ടി വരുന്നത് പ്രാദേശിക സാമ്പത്തിക വ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കും. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.